ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കണ്ണനും അച്ഛനോടെ വിളിക്കാനായിട്ട് ഞാൻ പോവാണ്. കണ്ണന് പനിയാണ്. അപ്പോൾ കണ്ണന് പനിയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അവരുടെ റൂമിലേക്ക് അവരെ വിളിക്കാനായിട്ട് പോവാണ്. അപ്പം ഇപ്പോൾ 6:30 ആയാലും നേരം ഒന്ന് ശരിക്കും വിളിക്കുമായിരുന്നു. ഇപ്പോൾ വെട്ടം വീണൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെ വിളിച്ചെണീപ്പിക്കാനായിട്ട് ഞാൻ പോവാണേ. കണ്ണോ കണ്ണോ എങ്ങനെയുണ്ട് പനി? പനി എങ്ങനെയുണ്ട്? എണീക്കുമല്ലേ? ഡി നീ എണീറ്റ് ചു എണീറ്റ് ചു എണീര് ബാ എണീറ്റ് 6:30 ആയി. 6:30 ആയി. അച്ചു എനിക്കൊന്ന് ഇന്നലെ ആ കുളിച്ചതിൻ്റെ ആയിരിക്കും കണ്ണനെ പിന്നെയും പനിച്ചു കേട്ടോ. 10 മിനിറ്റ് ഒന്നും വേണ്ട, ഇവിടെ ഇരിക്കും. അതെ ഡി ഞാൻ ചെന്ന് അച്ഛനെ പറഞ്ഞു വിടാവേ. ബാ എണീറ്റ് ബാ. ഒരു പ്ലേസും ഇല്ല ബൈ. ബാ എണീറ്റോ, ഞാൻ ഇനി വിളിക്കാൻ കയറി വരത്തില്ല കേട്ടോ. ഒരിക്കലും വിടത്തില്ലേ? എന്നാൽ നിന്നെ ഇന്ന് ഉണർത്തിയിട്ടേ ഉള്ളൂ. ഞാൻ പോവാ, കണ്ണ ഇറങ്ങി വരണേ കേട്ടോടാ. കിഴങ്ങും സവോളയും പച്ചമുളകും കൂടെ ഉപ്പിട്ട് വേവിച്ച് നല്ലപോലെ ഉടച്ചെടുത്തേക്കാണ്. ഇനി അതിലേക്ക് മസാല ചേർക്കുവാണേ. ഉള്ളിയും കടുകും കൂടെ എണ്ണയിൽ കടുക് വറുത്തേച്ച് അതിലേക്ക് മസാലപ്പൊടി, പിന്നെ ഇത് തന്നെ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത്, അതുകൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. വെജിറ്റബിൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ മുളക് പൊടിയും കൂടെ ചേർക്കും. ഗീതയ്ക്ക് പറഞ്ഞിട്ട് അടിക്കല്ലെന്ന്. ഗീത ചേച്ചി പറഞ്ഞതാ കുക്കറിട്ട് ഇങ്ങനെ അടിക്കല്ലെന്ന്. കുക്കർ പിന്നെ അടയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതിന് ലൂസ് വരുമെന്ന് അറിയാതെ അങ്ങ് അടിച്ചു പോകും. മാറ്റണം സ്വഭാവം. നീ ഒന്ന് വേറെ എടുക്കച്ചു. നീ എന്റെ പൊന്നു കൊച്ചാ, നീ ഒന്ന് മിണ്ടായിരിക്കും പോ. അവനെങ്ങനെയല്ല ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ തുറന്നാരടാ. ശരിയും കൂടെ ഉപ്പ് വേണം, ശകലം. രാവിലെ കിഴങ്ങ് കറിയും പൂരിയുമാണ്. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് തന്നെയാണ് പൂരിക്കും മാവ് കുഴക്കുന്നത്. നേരത്തേക്ക് ഞാൻ സോഡാപ്പൊടി ചേർക്കുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു സോഡാപ്പൊടി ഒരുപാട് ഇങ്ങനെ എടുക്കുന്ന അഴുക്കാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സോഡാപ്പൊടി ഇപ്പം അങ്ങനെ അധികം എടുക്കത്തില്ല. എന്നിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനും ഒക്കെ എടുക്കുമായിരുന്നു ഞാൻ. കണ്ണന് പനി കുറവുണ്ട്. ഈ കൊട്ടുണ്ടല്ലോ, പാത്രത്തെ കൊട്ടി കൊട്ടി കൊട്ടിയൊക്കെ ശീലമായി. അതുകൊണ്ട് എപ്പോഴും അറിയാതെ കുക്കറിലും കൊട്ടിപ്പോവും.
ഇനി ഞാൻ ശരിക്കും ശ്രദ്ധിച്ചോളാം ഗീതേച്ചി. ശ്രദ്ധിച്ച ഇനി ഞാൻ കുക്കർ ഉപയോഗിക്കുള്ളൂ. അത് ഞാൻ കൊട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. 2 ദിവസം പ്രശ്നമൊക്കെ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ ശീലമാകും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകിട്ടത്തെ വീഡിയോസൊക്കെയാണ് എടുത്തത്. ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുത്തി അവളുടെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഭയങ്കര ജോലിയായിരുന്നു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി എന്നാണെന്നറിയാമോ? കണ്ടോ, TV കാണിച്ച അതാണ് അവളുടെ പരിപാടി. അച്ചു, പരീക്ഷയ്ക്ക് ഇനി എത്ര നാളും കൂടെ ഉണ്ട് മോനെ? കുറച്ച് ദിവസം അല്ലേ? കുഴപ്പമില്ല, കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ. ഡി ഞങ്ങൾ ആരെങ്കിലും ആണോ റൂം അങ്ങനെ ഇട്ടേ? പിന്നെ ആരാ റൂം അങ്ങനെ ഇട്ടേന്ന് പറഞ്ഞ്? എൻ്റെ ദൈവമേ, നുണച്ചി പറയുന്ന കേട്ടോ. ആരാടി റൂം അങ്ങനെ ഇട്ടത്? നീ എപ്പം നുണ പറയുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അയ്യോ എടി ദുഷ്ടേ, കഴുകി ഞാനവിടെ വിരിച്ചിടും. അവിടുന്ന് എടുത്തോണ്ട് പോലും നിങ്ങൾ പോത്തില്ല. കേട്ടോ, കേട്ടോ, പിടിക്ക്. എല്ലാം അമ്മയുടെ കുഴപ്പമാണ്. TV കണ്ടിരുന്നോ കേട്ടോ? സന്തോഷമാണല്ലോ. സന്തോഷിപ്പിക്കാൻ തന്നെ. അപ്പം ഇങ്ങോട്ട് വരട്ടെ, ഇപ്പം സന്തോഷിപ്പിക്കാം. എൻ്റെ അച്ഛൻ അവർ വരുന്നുണ്ട്. ഇപ്പം പേടിയുണ്ട്. കണ്ണനും വേണ്ട അച്ഛൻ വരുന്നുണ്ട്. പേടിച്ചൂറിയ ഉടനെ നോക്കുന്നു. ഭയങ്കര ബുദ്ധിയാ മോനെ നിനക്ക് കേട്ടോ. ബുദ്ധിമാനെ. മുറിയൂടാ, മുറിഞ്ഞില്ലേ മുറിക്കണം. എവിടെ? തല മുഴുവൻ താരന. എന്തി കൈമാറ്റിക്ക്. അയ്യോ, ഭയങ്കരമായിട്ട് മുറിഞ്ഞല്ലോടാ. ചോര കുത്തി ഒലിച്ച് ഒഴുകുവാണല്ലോ. ഒരു ബക്കറ്റിലിട്ട്. എടാ താരന്റെ ഇട, അങ്ങനെ താരം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കും. ഇനി ചൊറിഞ്ഞിട്ട് വേണം ഞാൻ ചോര വരുത്തുന്നത്. തല നിറച്ചും താരനാണല്ലോ കണ്ണ. നിന്റെ മുടി മുട്ടയടിക്ക്, മുട്ടയടിക്കടാ. അന്നേരം കണ്ണ സീരിയസ് ആയിട്ട് പറഞ്ഞ തല മുട്ടയടിക്ക്. ഭയങ്കര താരം, നിന്റെ മുടി മൊത്തം പോത്തേ ഉള്ളൂ. അവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അവൻ്റെ തല നിറച്ച താരനെ മുട്ടയടിക്കാനൊന്നും പറഞ്ഞില്ല. അവനെ ചുമ്മാ ആവശ്യമില്ലാതെ ചൊറിഞ്ഞോണ്ടിരിക്കുക. നിന്നെ എല്ലാവരും നിഷ്കളങ്കയാന്നാ പറയുന്നത്. ഈ നിന്റെ പിന്നെ കയ്യിൽ ഭയങ്കര നിഷ്കളങ്കയാ കണ്ടോ. ഉള്ള കുരുവെല്ലാം പൊട്ടിക്കുക. പൊട്ടിച്ചേച്ചി ഇനി പാട് മുഖത്ത് വീട് അടങ്ങിയിരിക്കേ. അത് സാരല്ല, അത് പൊക്കോളും. നീ തല ഇച്ചിരി എണ്ണ വെച്ചേച്ച് കുളിക്കേ. ഞാൻ പെട്ടെന്ന് ഒരു കുളിച്ചിറങ്ങും. അച്ഛൻ വിളക്ക് എത്തിക്കാൻ നേരം നിൽക്കും. കണ്ട ആ കാറയിലെങ്ങാനും ഒരക്കല്ലേ കണ്ടോ? യോ,
ഇവനെ മാറ്റി എടുത്ത്. ഓശോ അതൊക്കെ ചെടിച്ചട്ടിക്കകത്ത് കണ്ട് വേര് കാണാൻ പറയും. ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുക്കണം. താഴെ ഇച്ചിരി മണ്ണ് എടുക്കണം. ഇതിനകത്തെല്ലാം ഇട്ട് മറ്റേ ചെടിച്ചട്ടിക്കകത്ത് എല്ലാം അതെ ശരിക്കും വേര് കാണാം. ഇത് കണ്ടോ റോസപ്പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ? അതിൻ്റെ തല മുട്ടിയതിൽ ഇത് ഇങ്ങനത്തെ സൈസ് റോസ കേട്ടോ. ഇതിങ്ങനെ കമ്പ് പോലെ ഇങ്ങനെ വള്ളി പോലെ അങ്ങ് പോയിട്ടേ ഇത് പൂക്കത്തുള്ളൂ. ആ വെള്ള റോസ എങ്ങനെയാണ് ഞാൻ ഓർത്ത് ഇത് വള്ളി പോലെ ചുമ്മാ പോകുന്നവർക്ക് വെട്ടി വിടുമായിരുന്നു. ഇതിന് പൂത്ത് കഴിയുമ്പോൾ വെട്ടി വിടണം. ഒരു മുട്ട ഉണ്ട്. ആ ബിരിയാണി 3 കണ്ണ നീ സൈക്കിൾ കൊണ്ട് വെക്കുന്നുണ്ടോ എന്നാ നീ കയറി കുളിച്ച എണ്ണ വേണ്ട. അവിടെ ഒരു ഷാമ്പു ഇരിപ്പുണ്ട്. അതിട്ട് തല കഴുകാൻ താരം പൊക്കോളും. അതാ പറഞ്ഞേ തല കഴുകാൻ അങ്ങനെ ഷാമ്പു ഇട്ട് കഴുകിയാൽ താരം പൊക്കോളും. ആ കണ്ണീതുവഴി കയറി കണ്ണീതുവഴി കയറ് ഇല്ല കണ്ണീതുവഴി കയറ് ഇതൊന്നും എടുത്തരി ദിവസം കാണിക്കുന്നേ. അച്ഛനെ കാണിച്ചു കൊടുക്കണം. ഇതൊരു പോയി ഗേറ്റ് കൊണ്ട് കയറിക്കണം. ആ നീ ഇവിടെ വാ. അവനത് വഴി കാണിക്കുന്നുണ്ടോ? ഇതാരെ കാണിക്കാരാ? ഇവിടെ വാ. ഇതിലോട്ട് കിട്ടി ഈ താഴത്തെ കമ്പിയിലിട്ട് അത് പിടിക്കും. അങ്ങനെ മിറ്റമൊക്കെ തൂത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് ഇനി ചീരയ്ക്കും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് പച്ചക്കറിക്കും കൂടെ ഒക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ടുകൊണ്ടിരിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ രാത്രിയിലെ വീഡിയോസൊക്കെയാണ് എടുത്തത്. അപ്പം അച്ഛനും കണ്ണനും ഞാനും തന്നെയുള്ളായിരുന്നു. പിന്നെ ഇന്ന് വൈകുന്നേരം 2 പേർക്ക് ടി വിയും കാണണ്ട, ഒന്നും വേണ്ട, പഠിക്കുക. അച്ചു ഇട്ടേക്കുന്ന ഉടുപ്പ് കണ്ടോ? ഈ ഒരു ഡ്രസ്സ് ഞാൻ 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ ആയിരുന്ന സമയത്ത് ഇട്ട ഡ്രസ്സാണ്. എൻ്റെ ഉടുപ്പാണിത്. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നറിയാമോ ഇതിന്? എന്നിട്ട് അതിപ്പോൾ അച്ചു ഇട്ടേക്കുന്നു ആ ഡ്രസ്സ്. അതൊരു ശകലം ഒന്നൊരു കുത്ത് പോലും വിട്ടിട്ടില്ല ഉടുപ്പിൻ്റെ. അതുപോലെ പുത്തനായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ടീഷർട്ട് പോലത്തെയാണ്. ഞാൻ ഇത് സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ ഇനി വീട്ടിലിടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇതും ഒരു ചുമല മിടി ഉണ്ടായിരുന്നു എനിക്ക്. അത് രണ്ടും കൂടെ ആയിരുന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് വീട്ടിലിടാൻ തുടങ്ങി. പിന്നെ അത് മടക്കിയെടുത്ത് അലമാരിൽ അന്ന് വെച്ചതാണ്. ഞാൻ അവിടുന്ന് പോന്നപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അച്ചു വലുതായപ്പോഴത്തേക്ക് അച്ചുവിനിടാൻ പറ്റി. ഇങ്ങനൊന്നും ഓർത്ത് വെച്ചതൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു. അതുകൊണ്ട് ഞാൻ കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച. എന്ത് അച്ചു നീ നിന്നേടി ഒന്ന്. കണ്ടോ? കൊള്ളാം. അതിൻ്റെ കഴുത്തൊന്ന് കാണിച്ചേ. കഴുത്ത് എനിക്ക് എൻ്റെ കഴുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഒതുങ്ങിയ കഴുത്തായിരുന്നു. ഇത് കണ്ടോ? ഒതുങ്ങിയ കഴുത്തായതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഇത്. ഒഴുങ്ങിയല്ല, ഒതുങ്ങിയ കഴുത്തെന്ന് പറഞ്ഞതാ. എൻ്റെ വായിൽ നിന്ന് ഒരു ചെറിയ വാക്ക് തെറ്റ് വരുന്നത് നോക്കിയിരിക്കും അവൻ പറയട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അവനെ പേന അടിച്ചു മാറ്റി. ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവന്.
ഇപ്പോഴും ഉണ്ട്, നല്ല ഇറക്കവും എല്ലാം ഉണ്ട് കേട്ടോ. മഞ്ഞൾ പിന്നെ ഭയങ്കര മഞ്ഞ. കണ്ണാടിക്കോടും കുട്ടി കണ്ണെഴുതി പൊട്ടും കാവളം പൈകിളി വായു. എത്ര പേനയുണ്ട് കണ്ണാ നിനക്ക്? ആ ബുക്കിന്റെ അവിടെ ഇരിക്കുന്ന ആ പേന കൊള്ളത്തില്ലേ? ഒന്നും തെളിയല്ല. അപ്പൊ മോൻ പഠിക്കുന്ന അത്രയ്ക്കുണ്ട് ഉത്തരവാദിത്വം. ഇത്രയും നേരം നിന്ന് അവിടെ ഫോട്ടോസൊക്കെ എടുത്തേച്ച് അവനിപ്പോൾ ഓടിയതുണ്ടോ. അച്ചുവിൻ്റെ തമ്മനയിലിടാനുള്ള ഫോട്ടോ ഒക്കെ എടുത്തേക്കുന്ന കണ്ണനാണ്. അച്ചുവിനെ ഇവിടെ കൊണ്ടുവരുത്തി പോസ് ചെയ്യിപ്പിച്ച് കണ്ണൻ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കേട്ടോ. ഞാൻ കോക്കാമ്പിച്ച് ഫോട്ടോ എടുത്തത് എന്നോട് പറയണ്ട. അട്ടൂട്ടനെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് എനിക്ക് വയ്യ. ഇത് കണ്ടോ, എനിക്ക് ഡ്രസ്സ് കാണുമ്പോൾ ഉണ്ടല്ലോ ഞാൻ സ്കൂളിൽ ഇട്ടത് എനിക്ക് ഓർമ്മ വരും. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സ്. ഇതിട്ടുണ്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവധി കളർ ഇടായിരുന്നു, ബുധനാഴ്ച ദിവസം. അന്ന് ഇടും. ഇതിൻ്റെ കൂടെ കറുത്ത മിടി, ചുമന്ന മിടി, ചെക്കിൻ്റെ മിടി, ടോപ്പ് തന്നെയായിരിക്കും. ഞാൻ മാറിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. രണ്ടുപേരും കുറേ നേരമായി പഠിക്കുന്നിടത്തു നിന്ന് എണീറ്റ് ഞങ്ങളുടെ റൂമിലോട്ടാണ് കയറിയിരിക്കുന്നത്. അച്ചു വിളിച്ചുകൊണ്ട് പോയതവനെ. രണ്ടുപേരും എന്നതാ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ. ഇവിടെ എന്നെ രണ്ടുപേരുടെ പണി. എനിക്ക് തുണിയൊക്കെ മടക്കാനുള്ളതാണല്ലോ കട്ടിലേ കിടക്കുന്നത്. ഡാ ഇങ്ങോട്ട് തിരിഞ്ഞേ കൈ മാറ്റിക്കണ. എന്നെ എടുക്കുമായിരുന്നു അച്ചു. കയ്യിൽ എന്നാ ഇരിക്കുന്നേ? എൻ്റെ കൺമഷിയോ? കണ്ട ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അയ്യേ, നീ കണ്ണാടിയിലോ നോക്കിയാണ്ട? നീ ഇത് ഇരുന്ന് കൊടുത്ത് എന്നതിന് അവക്ക് ഇങ്ങനെ വരച്ച് വൃത്തിയേടാക്കാനായിട്ട്? പെങ്ങന്മാരുണ്ടെങ്കിൽ ഇവന് എന്റെ അച്ചു, നീ അവനെ ചുമ്മാ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കാതിട്ട്. അയ്യേ, എനിക്ക് വയ്യ. രണ്ടുപേരും മുഖമൊക്കെ തുതിച്ച് വല്ലതും പഠിക്കാനിരിക്കെ എന്റെ അച്ഛൻ കാണിച്ചു വെച്ചേക്കുന്നത്. അച്ഛൻ കാണണ്ട, കിട്ടും നല്ലതല്ലേ. അവക്ക് നിന്റെ മുഖത്തെ വരയ്ക്കാറുള്ളതും വേണ്ട ഇങ്ങനത്തെ കോലം കെട്ടാനായിട്ട് ഇരുന്ന് കുറയ്ക്കരുത്. നാളെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി പറയട്ടു. ഡേ, നീ മേടിക്കും എന്റെ കയ്യിൽ നിന്ന് കേട്ടോ. വേണ്ട അച്ഛൻ മതി, അവസരത്തെ കോലം കിട്ടാതെ പോ. അടിപടിക്കും കേട്ടോ. ഏത് ലിബാമോ? എനിക്ക് കണ്ണനെ കാണുമ്പോ ചിരി വരും. ഓരോരോ കോലങ്ങളൊക്കെ ഒപ്പിച്ച് മാറ്റിക്ക് എല്ലാം തുടച്ച് വൃത്തിയാക്കി അച്ഛനിപ്പോ വരും കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.